ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തങ്ങ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലാണ് നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കാൽഭാഗം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു മിക്സിയും ബൗളും എടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ആണ്. പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ ആ പാല്, അതിൽ നിന്ന് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും കട്ടകളുള്ള രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ബൗളാണ് യൂസ് ചെയ്യുന്നത് ആ പാത്രം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങയുടെ പ്യൂരിയില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം മത്തങ്ങയുടെ പ്യൂരി ചേർത്തെടുത്തു. ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതിൽ ബാക്കി പാലില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മത്തങ്ങയും അതുപോലെ തന്നെ പാലും കൂട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കലക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് കട്ടായിട്ട് പോവും. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണമല്ലോ. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂട്ട് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാനാണ് കേട്ടോ നല്ലതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനോ അല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊന്ന് ചൂടായി വരും കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയമായപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സിൽ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർക്കുന്നതോട് കൂടി തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും കേട്ടോ. അതുപോലെ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ കൂട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം പരിപാടി കഴിയും കേട്ടോ. ഒരു 3 മിനിറ്റിൻ്റെ പണിയുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. ഏകദേശം നല്ലോണം കുറുകി വന്ന സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റും കൂടി ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്. ഏത് ഷേപ്പിൽ കിട്ടണോ ആ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പരന്ന ഷേപ്പിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം എന്ന് വെച്ചെങ്കിൽ നമ്മൾ കൊണ്ടുള്ള പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടാറിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ടെക്സ്ചർ കിട്ടും.
ഇപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മത്തങ്ങ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.